ടു ഓൾ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്. എന്താണ് സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ലാർജ് കമ്പനിക്കാർക്ക് പല സ്ഥലങ്ങളിലായിട്ട് പല കൺട്രീസിൽ അവരുടെ പ്രൊഡക്ട്സ് വിൽക്കുന്നുണ്ടാവും. പല സ്ഥലത്തും അവരുടെ ബ്രാഞ്ചസ് ഉണ്ടാവും. ഈ ഓരോ ബ്രാഞ്ചസിൻ്റെ ഇൻഫോർമേഷൻസ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇൻഫോർമേഷൻസ് ഫിനാൻഷ്യൽ യൂസേഴ്സിന് ആവശ്യമുണ്ട്. ആ ഫിനാൻഷ്യൽ യൂസേഴ്സിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്. ഈ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്നത് IFRS 8 ആൻഡ് ഇൻഡ് AS 108 നമുക്ക് നോക്കാം. ലാർജ് കമ്പനീസ് പ്രൊഡ്യൂസ് എ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഇൻ ഡിഫറെൻറ്റ് കമ്പനീസ്. ഞാൻ പറഞ്ഞില്ലേ, വലിയ കമ്പനിക്കാർ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഒക്കെ പല കൺട്രികളിലും വിൽക്കുന്നുണ്ടാവും. ഇൻഫോർമേഷൻ ഓൺ ദ ഓവറോൾ റിസൾട്ട് ഓഫ് ദി കമ്പനി ഫ്രം ഈച്ച് ഓഫ് ദീസ് പ്രൊഡക്റ്റ്. ഓരോ രാജ്യങ്ങളിൽ നിന്നും ഓരോ ജോഗ്രഫിക്കൽ ഏരിയയിൽ നിന്നും ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ലാഭം അറിയാനായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസേഴ്സിന് അവകാശമുണ്ട്. ദിസ് ഈസ് ദ റീസൺ ഫോർ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്. അതുകൊണ്ടാണ് നമ്മൾ സെഗ്മെൻറ്റ് റിപ്പോർട്ടിങ്ങിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ഈസ് കവേർഡ് ബൈ IFRS 8 ആൻഡ് ഇൻഡ് AS 108. അതായത് IFRS 8 ഇൻഡ് AS 108 നമ്മൾ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, എന്താണ് ഒബ്ജക്റ്റീവ്സ്? സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ത്? ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഈ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് പല രാജ്യങ്ങളിലും ബിസിനസ് സ്ഥാപനങ്ങൾക്ക് പല സെഗ്മെൻറ്റിൽ നിന്നും പല ജോഗ്രഫിക്കൽ ഏരിയയിൽ നിന്നും ഒരു പ്രൊഡക്റ്റിന് എത്ര ലാഭം ഉണ്ടാവും, എത്രയാണ് അവരുടെ എക്സ്പെൻസസ്, ഇങ്ങനത്തെ എല്ലാം നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ സാധിക്കും. IFRS 8 established the principles for reporting information by operating segment, that is information about the different business activities of an entity and the different economic environment in which it operates. ആ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ സെഗ്മെൻറ്റിൽ ജോഗ്രഫിക്കൽ ഏരിയയിൽ എത്ര ബെനിഫിറ്റാണ് അവരുണ്ടാക്കുന്നത്, ഇതെല്ലാം നമുക്ക് ഈ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് വഴി പോസിബിളാണ്. ദെൻ സ്കോപ്പ്. The standard applied to standard alone the financial statement of individual entities and the consolidated financial statement of a group with a parent whose equity or debt are traded in public securities. അതായത് പബ്ലിക് സെക്യൂരിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഐറ്റംസിനാണ് നമ്മൾ സാധാരണ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. ദ സ്റ്റാൻഡേർഡ് അപ്ലൈ ടു ദി സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ എൻറ്റിറ്റീസ് ആൻഡ് ദ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ ഗ്രൂപ്പ് വിത്ത് എ പാരൻറ്റ് ഹൂസ് ഇക്വിറ്റി ഓർ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ആർ ട്രേഡഡ് ഇൻ ദ പബ്ലിക് സെക്യൂരിറ്റി. അവരുടെ ഇക്വിറ്റിയും അതുപോലെ ഡെപ്റ്റും ട്രേഡ് ചെയ്യുന്നത് പബ്ലിക് സെക്യൂരിറ്റി മാർക്കറ്റിലായിരിക്കും. A parent company is required to present segment information only on the basis of its consolidated financial statement. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വഴി മാത്രമേ പാരൻറ്റ് കമ്പനിക്ക് അവരുടെ സെഗ്മെൻറ്റ് ഇൻഫോർമേഷൻ പ്രസൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. എന്തുവഴി? കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വഴി. If a subsidiaries on securities are publicly traded, it will present segment information in its own separate financial report. ഇത് ഇത്രയും പറയുന്നുള്ളൂ. പാരൻറ്റ് കമ്പനി അവരുടെ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ചെയ്യുമ്പോൾ അത് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലായിരിക്കണം അത് ചെയ്യേണ്ടത്. എ പാരൻറ്റ് കമ്പനി ഈസ് റിക്വയർഡ് ടു പ്രസൻറ്റ് സെഗ്മെൻറ്റ് ഇൻഫോർമേഷൻ ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. If a subsidiary on its own securities are publicly traded, it will present segment information in its own separate financial report. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഡെഫിനിഷനാണ് പഠിക്കുന്നത്. ഫസ്റ്റ്, ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്. എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഡെഫിനിഷനാണ്. എന്താണ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു എൻറ്റിറ്റിയുടെ, ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അണ്ടറിലുള്ളതിനെയാണ് അവർ നടത്തുന്ന ഡിഫറെൻറ്റ് ബിസിനസ് ബ്രാഞ്ചസ്, അതിനാണ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞത്. അത് എങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്? ദാറ്റ് എൻഗേജ്ഡ് ഇൻ ബിസിനസ് ആക്ടിവിറ്റീസ് ഫ്രം വിച്ച് ഇറ്റ് മേ ഏൺ.
അവർ ആ ബ്രാഞ്ചുകാർ ബിസിനസ് ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവുകയും ചെയ്യണം. ഫ്രം വിച്ച് ഇറ്റ് മേ ഏൺ റവന്യൂ ആൻഡ് ഇൻകർ എക്സ്പെൻസസ്. റവന്യൂ കിട്ടണം ആ ബ്രാഞ്ചിന്, അതുപോലെ തന്നെ എക്സ്പെൻസസും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ് എന്ന് പറയുള്ളൂ. നെക്സ്റ്റ്, ഹൂസ് ഓപ്പറേറ്റിംഗ് റിസൾട്ട് ആർ റെഗുലർലി റിവ്യൂഡ് ബൈ ദി എൻറ്റിറ്റീസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കർ ഫോർ അലോക്കേറ്റിംഗ് റിസോഴ്സസ് ടു ദി സെഗ്മെന്റ് ആൻഡ് അസസിങ് ഇറ്റ്സ് പെർഫോമൻസ്. അതായത് CODM എന്നാണ് പറയുക, ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കർ. ഈ ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കർ റെഗുലറായിട്ട് റിവ്യൂ ചെയ്യണം. ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ റിസൾട്ട് റെഗുലറായിട്ട് CODM, അതായത് ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കർ അത് റിവ്യൂ ചെയ്യണം. അങ്ങനെയുള്ള സെഗ്മെൻറ്റുകളെ നമ്മൾ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് പറയുന്നത് ഫോർ വിച്ച് ഡിസ്ക്രീറ്റ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഈസ് അവൈലബിൾ. ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ അവൈലബിൾ ആയിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങളെ നമ്മൾ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇൻകം ഉണ്ടാവാൻ വേണം, അതുപോലെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണം, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണം, അതുപോലെ എക്സ്പെൻസ് ഇൻകെയറും ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ റിപ്പോർട്ട് CODM, അതായത് ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കർ റിവ്യൂ ചെയ്തിരിക്കണം. പിന്നെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷനെ കുറിച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടണം. ഇങ്ങനത്തെ സിറ്റുവേഷനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്. ഏതൊക്കെ കേസിലാണ് നമ്മൾ ഒരു സെഗ്മെൻറ്റിനെ റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. എ റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് ഓർ റിസൾട്ട് ഫ്രം ദി അഗ്രിഗേഷൻ ഓഫ് 2 or more ഓപ്പറേറ്റിംഗ്. 2 or അതിലധികമോ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ് ഒരുമിച്ചാക്കി കഴിഞ്ഞാലാണ് നമ്മളതിനെ റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് ഓർ റിസൾട്ട് ഫ്രം ദി അഗ്രിഗേഷൻ ഓഫ് 2 or more ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്. 2 or അതിലധികമോ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ് കൂടിക്കഴിഞ്ഞാലാണ് നമ്മൾ അതിനെ റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ 2 പോയിന്റ്സ് നമുക്ക് നോക്കാം. ഇറ്റ്സ് റിപ്പോർട്ടഡ് റവന്യൂ ഫ്രം ബോത്ത് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽസ് ഓർ ട്രാൻസ്ഫർ ഈസ് 10% or more. 10% അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് വരണം. The absolute amount is reported profit or loss is 10% or more. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഇത് വരാം. 10% കൂടുതലാവണം. Then profit or loss is 10% or more of the in absolute amount of the combined report profit or loss segment that did not report a loss. ഇന്ന് വരെ ലോസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനത്തെ കേസിൽ ദ കമ്പൈൻഡ് റിപ്പോർട്ട് ഓർ ലോസ് ഓഫ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് ദാറ്റ് റിപ്പോർട്ട് എ ലോസ്, അല്ലെങ്കിൽ അത് ലോസ് റിപ്പോർട്ട് ചെയ്ത കേസായിരിക്കാം. ഇറ്റ്സ് അസറ്റ്സ് ആർ 10% or more of the combined asset of all operating segment. ഓൾ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ് നോക്കിയിട്ട് അതിൻ്റെ അസറ്റ് 10% കൂടുതലായിരിക്കണം. നെക്സ്റ്റ് വരുന്നത് ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കർ, CODM, ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കർ. The chief operating decision maker identify a function and not necessarily a person. For example, it should be the board of directors or the executive management team. ഒരു പേഴ്സൺ ആയിട്ട് അയക്കില്ല, നോട്ട് നെസസറിലി എ പേഴ്സൺ അയക്കില്ല. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഷുഡ് ബി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റ് ടീം. അവരൊക്കെ ആയിരിക്കും നമ്മുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത്. CODM, ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കർ. ഈ ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കർ is to allocate the resources to operating segment and assess the performance of its operating segment of a entity. ആ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റിൻ്റെ എന്താണ് അവരുടെ പെർഫോമൻസ്, ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കർ. ദെൻ അഗ്രേഷൻ ക്രൈറ്റീരിയ, അതായത് 2 or more ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് അഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ്, ദ നേച്ചർ ഓഫ് ദി പ്രൊഡക്റ്റ് ഓർ സർവീസസ്. ഒരു പ്രൊഡക്റ്റിൻ്റെ സർവീസ് ഒരേ നേച്ചറാണെങ്കിൽ ദ നേച്ചർ ഓഫ് പ്രൊഡക്റ്റ് പ്രോസസ്സ്, ആ പ്രൊഡക്റ്റ് പ്രോസസ്സിൻ്റെ നേച്ചർ നോക്കിയിട്ട് ദ ടൈപ്പ് ഓർ ക്ലാസ് ഓഫ് കസ്റ്റമർ ഫോർ ദെയർ പ്രൊഡക്റ്റ് ഓർ സർവീസ്, പ്രൊഡക്റ്റിൻ്റെ സർവീസിൻ്റെയും ഒരു ക്ലാസ് ഓഫ് കസ്റ്റമേഴ്സിനെ നോക്കിയിട്ട് ദ മെത്തേഡ് യൂസ് ടു ഡിസ്ട്രിബ്യൂട്ട് ദെയർ പ്രൊഡക്റ്റ് ഓർ പ്രൊവൈഡ് ദെയർ സർവീസസ്,
എങ്ങനെയാണോ അവരുടെ പ്രൊഡക്റ്റ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ബേസിൽ. ഇഫ് അപ്ലിക്കബിൾ ദ നേച്ചർ ഓഫ് ദി റെഗുലേറ്ററി എൻവയോൺമെൻറ്റിൻ്റെ നേച്ചർ, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അഗ്രിഗേഷൻ ക്രൈറ്റീരിയ ഡിസൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വന്നത് ഡിസ്ക്ലോഷേഴ്സ് ആണ്. ഡിസ്ക്ലോഷേഴ്സിൽ റിക്വയർഡ് ഡിസ്ക്ലോഷേഴ്സ് ഇൻക്ലൂഡ് general information about the entity identified as operating segments and the type of product and services from which each segment derives its revenue. അതായത് ജനറൽ ഇൻഫർമേഷൻസ് അബൌട്ട് ഹൗ ദ എൻറ്റിറ്റി ഐഡൻറ്റിഫൈഡ്സ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്, എങ്ങനെയാണ് ഒരു ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റിൻ്റെ ഒരു ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ജനറൽ ഇൻഫർമേഷൻ. ദെൻ ഇൻഫർമേഷൻ അബൌട്ട് ദ റിപ്പോർട്ടഡ് സെഗ്മെൻറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്, ആ റിപ്പോർട്ട് ചെയ്തേക്കുന്ന സെഗ്മെൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. നെക്സ്റ്റ് റീകൺസിലേഷൻ ഓഫ് ദി ടോട്ടൽ ഓഫ് സെഗ്മെൻറ്റ് റവന്യൂസ്, റിപ്പോർട്ടഡ് സെഗ്മെൻറ്റ്സ് പ്രോഫിറ്റ് ഓർ ലോസ്, സെഗ്മെൻറ്റ് അസറ്റ്, സെഗ്മെൻറ്റ് ലയബിലിറ്റീസ്, ഇതിനെക്കുറിച്ചുള്ള ഡിസ്ക്ലോഷേഴ്സ് നമ്മൾ നടത്തണം. അതുപോലെ തന്നെ സം എൻറ്റിറ്റി വൈഡ് ഡിസ്ക്ലോഷേഴ്സ്, എൻറ്റിറ്റി വൈസ് ആയിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സ് നടക്കണം. ദാറ്റ് ആർ റിക്വയർഡ് ഈവൻ വെൻ ദ എൻറ്റിറ്റി ഹാസ് ഓൺലി വൺ റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്, ഒരു റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ് ഉള്ളെങ്കിൽ കൂടിയും നമ്മളത് ചെയ്യണം. നെക്സ്റ്റ് അനാലിസിസ് ഓഫ് റവന്യൂ ആൻഡ് സർട്ടൻ നോൺ കറണ്ട് അസറ്റ് ബൈ ജോഗ്രഫിക്കൽ ഏരിയ വൈസും നമ്മളിത് അനാലിസിസ് ഓഫ് റവന്യൂ ആൻഡ് സർട്ടൻ നോൺ കറണ്ട് അസറ്റ്സിൻ്റെ നമ്മൾ ജോഗ്രഫിക്കൽ ഏരിയ വിത്തിൻ ആൻ എക്സ്പാൻഡഡ് റിക്വയർമെൻറ്റ് ടു ഡിസ്ക്ലോസ് റവന്യൂ, അത് ഒരു ജോഗ്രഫിക്കൽ ഏരിയ വൈസും നമ്മൾ നോക്കണം. ഇത്രയാണ് നമ്മൾ ഡിസ്ക്ലോഷർ ചെയ്യേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ റിപ്പോർട്ടിംഗ് സെഗ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു. എന്താണ് റിപ്പോർട്ടിംഗ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ലാർജ് ബിസിനസ് കൺസേൺസിന് പല സ്ഥലങ്ങളിലും ബിസിനസ് സ്ഥാപനങ്ങളുണ്ടാവും. അപ്പോൾ ഈ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഓരോ പ്രൊഡക്റ്റും എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യണതെന്ന് അറിയാനായിട്ട് അവിടുത്തെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. ആ റിസൾട്ട് ആർക്ക് യൂസ്ഫുള്ളാണ്? ഫിനാൻഷ്യൽ യൂസേഴ്സിന് ആ ഇൻഫർമേഷൻ യൂസ്ഫുള്ളാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് നടത്തുന്നത്. ആ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഏത് ഇതിലാണ്? സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് IFRS 8 അതുപോലെ തന്നെ IND AS 108 108 ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.